പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഇന്ന് ആരംഭിക്കുകയാണ്. ചാപ്റ്റർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം വരെ, കൃത്യമായി പറഞ്ഞാൽ 1830 വരെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും രണ്ടായി പരിഗണിക്കപ്പെട്ടു പോകുന്നു. അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആർക്കും ഒരു പിടിപാടുണ്ടായിരുന്നില്ല. എന്നാൽ 1831 മൈക്കിൾ ഫാരഡെ, അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് മറ്റൊരു വ്യത്യസ്ത രാജ്യമായ അമേരിക്കയിലെ ജോസഫ് ഹെൻറി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിക്കാണ്ടായി. അവരുടെ പഠന ഫലങ്ങളുടെ തുടർച്ചയായിട്ടുള്ള, അഥവാ അവരുടെ പഠന ഫലങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പേരിൽ ഒരു തിയറി പേപ്പർ അവർ അവതരിപ്പിച്ചു. അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ദ ബിഗിനിങ് ഓഫ് 19th century, ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് അദ്ദേഹം ഡിസ്കവേർഡ് ദാറ്റ് മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് മൂവ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡാണ് പറയുന്നത്. ഇവർ ജോസഫ് ഹെൻറിയും മൈക്കിൾ ഫാരഡേയും പറഞ്ഞ കാര്യം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള അതിൻ്റെ റിവേഴ്സൽ പ്രോസസ്സാണ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ ഫിനോമിനൻ ഓഫ് ജനറേഷൻ ഓഫ് എൻ EMF ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എപ്പോഴെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അവിടെ ഫോം ചെയ്യും. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന EMFനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇതിനെ ആധാരമാക്കിക്കൊണ്ട് ഒരുപാട് ഇൻസ്ട്രുമെൻസുകൾ, അപ്പാരറ്റസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് എക്സാമ്പിളോട് താഴെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, പവർ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ ഫർണസ് എക്സെട്ര. ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറയുന്നത് അതിന് ചെറിയൊരു ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കറില്ലേ, അതിനൊക്കെ ഇതിനെ ആധാരമാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അടുത്തത്, ഈ ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക് മനസ്സിലായിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകൽ സാധ്യമാവുള്ളൂ. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഫൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് അതിൻ്റെ സിമ്പിളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ഏരിയ, ആ ഏരിയയിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റും, അതായത് ഫ്ലക്സ് എന്ന് പറയുന്നത് ഏരിയയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റിൻ്റെയും പ്രോഡക്റ്റാണ് അത്ര. therefore ഫൈ ഈസ് ഈക്വൽ ടു BA cos തീറ്റ. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ്, ബി എന്ന് പറയുന്നത് B cos തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. B cos തീറ്റ എന്ന് പറയുന്നത് ഞാനിവിടെ നീല കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നീല കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് B cos തീറ്റ. അതിൻ്റെ കമ്പോണൻ്റാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ചെരിഞ്ഞാണ്, ഈ റെഡ് ലൈൻസ് കാണിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നതാണ് ഏരിയ എന്ന് പറയുന്ന മേഖല. ഇപ്പോൾ B cos തീറ്റ എന്ന് പറയുന്നത് ഈ എലമെൻ്റാണ്. ആ എലമെൻറ്റും ഏരിയയും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ BA cos തീറ്റയ്ക്ക് പകരം ഞാൻ B.A എന്ന് എഴുതി. ബി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഏരിയയും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ജനറൽ ഫോർമുല. മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റും ഏരിയയും തമ്മിലുള്ള പ്രോഡക്റ്റാണ്. ഇതൊരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ഒന്നില്ലെങ്കിൽ വെബർ എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ ആണ്. ഇനി രണ്ട് കേസ് ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഇതാണ് ഏരിയ എന്ന് പറയുന്ന സർഫസ്. ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിക്കും. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഏരിയ ഇത് ഏരിയ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകണമെന്ന് വിചാരിക്കും. ആ കേസാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ 0 ആണ്. therefore ഫൈ ഈസ് ഈക്വൽ ടു BS cos 0. cos 0 1 ആകയാൽ
phi is equal to BA. So flux is maximum when magnetic field is perpendicular to the area. Case 2, when magnetic field is parallel to the surface. Parallel ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 90 ആണ്. Therefore phi is equal to BS cos 90. cos 90 0 ആകയാൽ ഫ്ലക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഏരിയയ്ക്ക് പാരലായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അടുത്ത പോയിന്റ് നോക്കൂ. എന്താണ് ഫാരഡേയുടെയും ജോസഫ് ഹെൻറിയുടെയും പരീക്ഷണങ്ങൾ? 3 ഘട്ടമായിട്ടാണ് അവർ പരീക്ഷണം നടത്തിയത്. ഒന്ന് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പരീക്ഷണം ഞാനിവിടെ ഒറ്റ പരീക്ഷണമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കോയിൽ എക്സ്പെരിമെൻ്റാണ്. നമുക്ക് ആദ്യം ഒന്നാമത്തെ പരീക്ഷണമായിട്ടുള്ള കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ് കാണാം. നോക്കൂ, ആദ്യം നമ്മൾ ഞാനിവിടെ കൈ ഓടിക്കുന്ന ബി എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. അവിടെ കണ്ടല്ലോ, അവിടെ ഒരു കമ്പിച്ചുരുൾ, അതിന് ഒരു ഗാൽവനോമീറ്ററുമായി, ഇവിടെ ഏരോ മാർക്ക് കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഗാൽവനോമീറ്ററാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കമ്പിച്ചുരുൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കമ്പിച്ചുരുളുകൾ. അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു മാഗ്നറ്റ് ചുമ്മാ കടത്തി വെച്ചിരിക്കുന്നു. മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നില്ല. കമ്പിച്ചുരുളിൻ്റെ സ്ഥാനം മൂവ്മെൻ്റ് ഇല്ല, മോഷനില്ല. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഗാൽവനോമീറ്റർ. എന്താ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഐദർ കറണ്ട് ഓർ വോൾട്ടേജ്. അപ്പോൾ കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനുള്ളൊരു ഉപകരണമാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. ഇപ്പോൾ കമ്പിച്ചുരുളിൻ്റെ ഉൾഭാഗത്ത് ഒരു സ്റ്റേഷനറി ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ഇനി അടുത്ത ഘട്ടത്തിൽ നോക്കൂ, എ എന്ന് പറയുന്ന ഈ പരീക്ഷണം നോക്കുക. കമ്പിച്ചുരുളിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മുടെ ഈ ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്നു. ഈ ബാർ മാഗ്നറ്റ് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇതിനുൾഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഗാൽവനോമീറ്റർ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കാൻ ആരംഭിച്ചു. സോ വെൻ എ ബാർ മാഗ്നറ്റ് ഈസ് ഇൻസർട്ടഡ് ഇൻറ്റു എ കോയിൽ, ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. എന്താ അതിന് അർത്ഥം വരുന്നത്? ഈ കോയിലിൻ്റെ ഉൾഭാഗത്തേക്ക് ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിലേ വഴിക്കൊരു കറണ്ട് കടന്നു പോയി എന്നർത്ഥം. ഓക്കെ, കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ദിശ അറിയാൻ വേണ്ടി എവിടേക്കാണ് ഡിഫ്ലക്ഷൻ കാണിച്ചത്? ഗാൽവനോമീറ്റർ ടുവേർഡ്സ് റൈറ്റ് ആണ്. ഇവിടെ മധ്യഭാഗത്താണ് നിന്നിരുന്നത്. ഇത് ടുവേർഡ്സ് റൈറ്റ് ആണ് ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ സി എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ബാർ മാഗ്നറ്റ് വിഡ്രോ ചെയ്യുന്നു. അതിൻ്റെ ഏരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിഡ്രോ ചെയ്യുന്നു. ഈ സമയത്ത് അഗെയിൻ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു ബാർ മാഗ്നറ്റ് കമ്പിച്ചുരുളിൻ്റെ ഉൾഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന കറണ്ടിൻ്റെ ഓപ്പോസിറ്റാണ് സെയിം ബാർ മാഗ്നറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. വായിച്ച് നോക്കാം. When the coil and magnet are stationary, there is no current. When the north pole of the magnet is pushed towards the coil, the galvanometer shows a sudden deflection which indicates the presence of current. And this current lasts so long as the magnet is in motion. ഈ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്തോടത്തോളം മാത്രമേ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ബാർ മാഗ്നറ്റ് അതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ നമ്മൾ ആദ്യം ബി കേസ് കണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ കേസ് പ്രത്യേകം ഓർക്കുക. ബാർ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിരുന്നു, ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ. അടുത്ത് വായിച്ചു നോക്കാം. വെൻ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് പുൾഡ് എവേ ഫ്രം ദ കോയിൽ, സി എന്ന് പറയുന്ന കേസ്, സി എന്ന് പറയുന്ന കേസ്, ദെൻ ഗാൽവനോമീറ്റർ ഷോസ് ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. ദറ്റ് ഈസ് റിവേഴ്സൽ ഓഫ് ദ കറണ്ട് ഈസ് ഹാപ്പൻഡ് എന്നർത്ഥം. റിവേഴ്സൽ ഓഫ് കറണ്ട്. ആൻഡ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് യൂസിങ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. നേരത്തെ നമ്മൾ നോർത്ത് പോൾ കൊണ്ടുവന്ന് ഇത്തവണ നമ്മളിപ്പോൾ ആരട്ടി തിരിച്ചു പിടിച്ചു, സൗത്ത് പോൾ കൊണ്ടുവന്നു. അഗെയിൻ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. പക്ഷേ നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ വലത് ഭാഗത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ സൗത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ ഡിഫ്ലക്ഷൻ ഇടത് ഭാഗത്തേക്ക് ആയിരുന്നു മാത്രം. ഇതേ പരീക്ഷണം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്നതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും നമ്മുടെ മൈക്കിൾ ഫാരഡേ ഈ പരീക്ഷണം നടത്തി. സ്പീഡിൽ കൊണ്ടുവന്നപ്പോൾ ഗാൽവനോമീറ്റർ കൂടുതൽ തീവ്രമായ ഡിഫ്ലക്റ്റ് ചെയ്തു. അത് കൂടുതൽ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ സാന്നിധ്യമാണ് അവിടെ കാണിച്ചത്. ഇതായിരുന്നു കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അവിടെ ഒരു കോയിലുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്. രണ്ടാമത്തത് കോയിൽ എക്സ്പെരിമെൻ്റാണ്. ഇവിടെ നോക്കൂ, രണ്ടാമത്തെ പരീക്ഷണത്തിൽ
പതിവ് പോലെ ഒന്നാമത്തെ കോയിൽ ഇവിടെ ഉപയോഗിച്ച് വെക്കണം. അതിന് നമ്മൾ കോയിൽ C1 എന്ന് പേരിട്ടു. അതിനൊരു ഗാലനോമീറ്ററുമായി നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കോയിലും അവിടെ കറണ്ട് കടന്നു പോകാൻ വേണ്ടി നമ്മളൊരു ബാറ്ററിയുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കോയിലിനെ രണ്ടാമത്തെ കോയിലിനെ C2 എന്ന് പറയുന്ന കോയിലിനെ ഈ ഒന്നാമത്തെ കോയിലിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇൻസെർട്ട് ചെയ്തു. ആ സമയത്ത് ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. രണ്ടാമത്തെ കോയിലിനെ വിഡ്രോ ചെയ്തു. ആ സമയത്തും ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ഇത് രണ്ടും ഈ സ്റ്റേഷനെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒന്നാമത്തെ കോയിൽ ഈ പോയിന്റിൽ വെച്ചുകൊണ്ടും രണ്ടാമത്തെ കോയിലിൽ ഈ പോയിന്റിൽ വെച്ചുകൊണ്ടും രണ്ടാമത്തെ കോയിൽ നമ്മുടെ കറണ്ട് കടത്തി വിട്ടു. ഈ സമയത്തും ഗാലനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതാണ് കോയിൽ എക്സ്പെരിമെൻറ്റ്. വായിച്ചു നോക്കിയാലോ. വെൻ ദ സെക്കൻഡ് കോയിൽ C2 ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ഫസ്റ്റ് കോയിൽ C1, galvanometer shows a deflection. When C2 is moved away from the first coil, again galvanometer shows an opposite deflection. The experiment is repeated by placing C1 near the C2 and current is passing through C1. Again galvanometer shows a deflection. ഇത്രയും കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇതിൽ നിന്ന് ഫാരഡെ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു ലോ ഡിറൈവ് ചെയ്തു. എന്താണ് ലോ? ശ്രദ്ധാപൂർവ്വം കേൾക്കണം കേട്ടോ. ഈ രണ്ട് പരീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ലോ അദ്ദേഹം ഡിറൈവ് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. ഇവിടെ നോക്കൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ട്. എപ്പോഴെങ്കിലും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ. അദ്ദേഹം അതിനൊരു ഫോർമുല ഡിറൈവ് ചെയ്തു. ഇഫ് d∅ ഈസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ടൈം dt seconds, therefore ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ആണ് ഇവിടെ ഈ കൊടുത്തത് കേട്ടോ. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅/dt. n നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടെങ്കിലോ ഈ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt എന്നായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോ നമ്മൾ കണ്ടു. അതേപോലെ അതിൻ്റെ ഇക്വേഷനും നമ്മൾ കണ്ടു. E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt ഓർ സിംപ്ലി E ഈസ് ഈക്വൽ ടു d∅/dt. d∅ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, dt എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചിന് എത്ര ടൈം വേണോ ആ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റ് ലെൻസസ് ലോയാണ്. നമ്മൾ നേരത്തെ കണ്ട ഫാരഡേയുടെ ലോയിലെ അവിടെ ഒരു അഭാവം, ഒരു പോരായ്മ, ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെടുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. ഉണ്ടാക്കപ്പെടുന്ന EMFൻ്റെ ദിശ പറയാൻ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ ലെൻസ് അതാണ് അവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ദ ഡിറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ട്രൈ ടു ഒപ്പോസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഓർ കോസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ്. എന്ന് വെച്ചാൽ ആരാണോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് അവിടെയാണ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടാവുന്നത്. അഥവാ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ കാരണക്കാരനെ ഓപ്പോസിറ്റായിട്ടാണ് കറണ്ട് അഥവാ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ അദ്ദേഹം ചേർത്തു. ഇത് ഫാരഡേയുടെ ഇക്വേഷൻ തന്നെയാണ്. E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു നെഗറ്റീവ് സൈൻ ചേർത്തു. അപ്പോൾ ലെൻസ് ലോയായി. ദിസ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF opposes the change in magnetic flux. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫാരഡേ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു, ലെൻസ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡും കൂട്ടത്തിൽ ഡിറക്ഷനും കൂടി പറഞ്ഞു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ലെൻസസ് ലോ വെറുതെ ഒരു മൈനസ് സൈൻ കൂട്ടിച്ചേർത്ത് ഫാരഡയുടെ കൂടെ മൈനസ് സൈൻ കൂട്ടിച്ചേർത്ത് ആളായതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. ഇതൊരു മാഗ്നറ്റാണ്. ഇത് നമ്മുടെ നേരത്തെ കണ്ട കമ്പിച്ചുരുൾ ഞാൻ വേറെ ഫോർമാറ്റിൽ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാഗ്നറ്റിനെ ഈ കമ്പിച്ചുരുളിൻ്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നോർത്ത് പൊളാരിറ്റി ഫോം ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗത്ത് സൗത്ത് പൊളാരിറ്റി ഫോം ചെയ്തു. അപ്പോൾ ഈ മാഗ്നറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഭാഗത്ത് ഒരു നോർത്ത് പൊളാരിറ്റി, ഈ ഭാഗത്ത് സൗത്ത് പൊളാരിറ്റി. ഇത്രയും ആശയം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് വായിക്കണമെങ്കിൽ നോക്കൂ. Consider the case in which north pole of a bar magnet is pushed towards the coil. According to Lenz's law, the direction of induced current in the coil should be such that it opposes the cause of flux change. So,
ദ ഫേസ് ഓഫ് ദ കോയിൽ ഫേസിങ് ദ നോർത്ത് പോൾ. ഇതാണ് നോർത്ത് പോളിനെ ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗം. ഒന്നുകൂടെ, ദ ഫേസ് ഓഫ് ദ കോയിൽ ഫേസിങ് ദ നോർത്ത് പോൾ എക്വയേഴ്സ് നോർത്ത് പൊളാരിറ്റി. അപ്പോൾ ഈ ഭാഗത്ത് നോർത്ത് പൊളാരിറ്റി ഫോം ചെയ്തു. ദെൻ കറണ്ട് ഈസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഡയഗ്രം നോക്കൂ, ഇതാ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ഒന്നുകൂടെ നോക്കാം. ഇതാ ഞാൻ ഇവിടെ വലുതാക്കി കാണിക്കാം. കറണ്ട് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ഏരോ മാർക്ക് പ്രത്യേകം നോക്കുക. ഏരോ മാർക്ക്, ഇവിടെയുള്ള ഏരോ മാർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. അപ്പോൾ ഇതാണ് ലെൻസസ് ലോയുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നമ്മൾ സൗത്ത് പോൾ കൊണ്ടുവന്നാലോ, സൗത്ത് പോൾ കൊണ്ടുവന്നാൽ ആ കോയിലിൻ്റെ ഉൾഭാഗത്ത് സൗത്ത് പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ കോയിലിൻ്റെ ഈ ഭാഗം സൗത്ത് പൊളാരിറ്റിയും മറുഭാഗം നോർത്ത് പൊളാരിറ്റിയായിട്ട് മാറും. അതിൻ്റെ പ്രത്യേകത. ലെൻസസ് ലോ നമ്മൾ വേറൊരു മെത്തേഡിൽ കൂടിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വെൻ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ കോയിൽ, ദ ഫ്ലക്സ് ത്രൂ ദ കോയിൽ ഇൻക്രീസസ്. ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതൊരു കോയിലാണ് ആയിരിക്കും. ഒരു കോയിലിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ മാഗ്നറ്റ് കൊണ്ടുവന്നു. മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അഥവാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് ഈ കോയിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് കട്ട് ചെയ്യാൻ കാരണക്കാരൻ? കോയിൽ. അപ്പോൾ ലെൻസസിൻ്റെ ലോ പ്രകാരം കോയിലിനെയാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആരാണ് കാരണക്കാരൻ? അതിനെയാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കോയിലാണ് കാരണക്കാരൻ. അപ്പോൾ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യുന്നു. ഒന്നുകൂടെ വായിച്ച് നോക്കൂ. വെൻ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ കോയിൽ, ദ ഫ്ലക്സ് ത്രൂ ദ കോയിൽ ഇൻക്രീസസ്. ഫ്ലക്സ് ത്രൂ ദ കോയിൽ ഇൻക്രീസ് ചെയ്യാൻ കാരണം മനസ്സിലായല്ലോ, കോയിലാണ് കാരണക്കാരൻ. അപ്പോൾ അതിനെയാണ് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടേണ്ടത്. ടു ഒപ്പോസ് ദിസ് ഇൻക്രീസ് ഇൻ ഫ്ലക്സ്, the current induced in the coil must produce its own magnetic flux in the opposite direction. അപ്പോൾ ഈ വരുന്ന മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ കറണ്ട് എന്ത് വേണം? കറണ്ട് അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ ഫ്ലോ ചെയ്യണം. ദിസ് ഈസ് പോസിബിൾ ഓൺലി ബൈ പാസിങ് കറണ്ട് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഇതൊരു മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മാത്രം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു എൻട്രൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷനാണ്, രണ്ടാമത്തെ എക്സ്പ്ലനേഷനാണ് കുറച്ചുകൂടെ ഫലപ്രദം എനിക്ക് തോന്നുന്നു. അടുത്ത ഒരു പോയിൻ്റ്, ലെൻസസ് ലോയും കൺസർവേഷൻ ഓഫ് എനർജി. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ഒരു കോയിൽ, ആ കോയിലിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ആ കോയിലും ഒരു ബാറ്ററി ഇല്ലാണ്ട് പോലും ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ എനർജി എവിടെ നിന്ന് ഉണ്ടാക്കപ്പെടുന്നു? നമുക്കറിയാം, എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. സ്റ്റിൽ ദർ ഈസ് എൻ എനർജി. അപ്പോൾ ഇത് ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാണ് ലെൻസ് ലോ ഈ ഒരു ടോപ്പിക്കിലൂടെ സാധിക്കുന്നത്. ഇവിടെ നോക്കൂ. ഈ മാഗ്നറ്റ് ഇതൊരു കോയിലാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു കോയിലാണ്. കോയിൽ ഇവിടെ ഇതൊരു വട്ടം കാണുന്നത്, ഈ വട്ടം കാണുന്നത് ഒരു കോയിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ കോയിലിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്നു. വായിച്ചു നോക്കാം. വെൻ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് അപ്രോച്ചസ് ദ കോയിൽ, ദ ഫേസ് ഓഫ് ദ കോയിൽ ഫേസിങ് നോർത്ത് പോൾ അക്വയേഴ്സ് നോർത്ത് പൊളാരിറ്റി. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. അപ്പോൾ മാഗ്നറ്റിൻ്റെയും കോയിലിൻ്റെയും സമീപവശങ്ങൾ, മാഗ്നറ്റ് ഇതാണെങ്കിൽ മാഗ്നറ്റിൻ്റെ ഈ ഭാഗം നോർത്ത് പൊളാരിറ്റി, കോയിലിൻ്റെ ഈ ഭാഗം നോർത്ത് പൊളാരിറ്റി. ലൈക്ക് പോൾസ് ഒന്നും സംഭവിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഫലം. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ആൾ ഈ മാഗ്നറ്റിനെ വീണ്ടും സമീപത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണം, അഥവാ ഒരു വർക്ക് ചെയ്യണം. ആൻഡ് ദിസ് വർക്ക് ഡൺ വിൽ റിമെയിൻ ആസ് മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജിയാണ് ഈ കോയിലുമേ ഒരു കറണ്ടായിട്ട് അഥവാ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അവശേഷിക്കുന്നത്. ഒന്നുകൂടെ വായിച്ച് നോക്കൂ. സോ ഇൻ ഓർഡർ ടു ഓവർകം ദ റിപ്പൾസീവ് ഫോഴ്സ്, വർക്ക് ഹാസ് ടു ബി ഡൺ or mechanical energy has to be supplied to move the magnet against the repulsive force. This mechanical energy is transformed into electrical energy. ഇത് ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അതായത് നമ്മൾ മാഗ്നറ്റ് കൊണ്ടുവരുന്ന ആൾ ചെയ്യുന്ന വർക്ക് അഥവാ അദ്ദേഹം ചെലവഴിക്കുന്ന എനർജിയാണ് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. Therefore, ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതാണ് ലെൻസസ് ലോയും കൺസർവേഷൻ എനർജി തമ്മിലുള്ള ബന്ധം. നമുക്ക് അടുത്തൊരു പാർട്ടുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കാം എന്നുള്ള ഒരു വിശ്വാസമേ